ആകാശത്തിലെ എല്ലാ വസ്തുക്കളും എന്തുകൊണ്ട് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് ബിഗ് ബാങ്ങിലേക്ക് പോകേണ്ടി വരും. ലാസ് കമ്പേഴ്സ് ഒബ്സർവറ്ററിയിലെ ആസ്ട്രോഫിസിസിസ്റ്റ് ആയ എഡ്വേർഡ് ഗോമസ് പറയുന്നതനുസരിച്ച് ബിഗ് ബാങ് ആണ് യൂണിവേഴ്സിന്റെ തുടർച്ചയായ ചലനത്തിന് കാരണം. ഈ വലിയ എക്സ്പ്ലോഷനാണ് യൂണിവേഴ്സിനെ ഒരു ഇൻഫിനിറ്റ്ലി ഡെൻസ് പോയിന്റിൽ നിന്ന് വേഗത്തിൽ വികസിപ്പിച്ചത്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന്റെ ഔട്ട്റീച്ച് പ്രോജക്ട് സയന്റിസ്റ്റ് ആയ കാരൽ ക്രിസ്ത്യൻ പറയുന്നു, തുടക്കം തന്നെ ചലനമായിരുന്നു, അതുകൊണ്ട് തന്നെ ചലനം യൂണിവേഴ്സിന്റെ അടിസ്ഥാന സ്വഭാവമായി. യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ പ്രധാനമായും വലിയ കോസ്മിക് ഡിസ്റ്റൻസസിനെ ബാധിക്കുന്നു. ഗോമസ് വിശദീകരിക്കുന്നു, വസ്തുക്കൾ സ്പേസിലൂടെ സഞ്ചരിക്കുകയല്ല, മറിച്ച് അവക്കിടയിലുള്ള സ്പേസ് ആണ് വർദ്ധിക്കുന്നത്. ആംഗുലർ മൊമെന്റമും കോസ്മിക് റൊട്ടേഷനും സ്പേസിലെ ചലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിൽ അടുത്തു വരുമ്പോൾ അവയുടെ ഗ്രാവിറ്റി പരസ്പരം ആകർഷിക്കുന്നു. ഇത് സാധാരണയായി ഒരു ഓർബിറ്റ് സൃഷ്ടിക്കുന്നു. ഗോമസ് സോളർ സിസ്റ്റമിന്റെ രൂപീകരണത്തെ ഒരു പിസ്സ ഡോ സ്പിൻ ചെയ്യുന്നതുമായി താരതമ്യപ്പെടുത്തുന്നു. ആംഗുലർ മൊമെന്റം കാരണം ഗ്യാസും ഡസ്റ്റും ഒരു ഡിസ്കായി പരന്നു, അത് പ്ലാനറ്റ്സിന്റെ രൂപീകരണത്തിന് കാരണമായി. ഗാലക്സീസും റൊട്ടേഷണൽ സ്വഭാവം കാണിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളോടെ. ഗാലക്സീസ് സോളിഡ് ഡിസ്ക്സ് പോലെ കറങ്ങുന്നു, പക്ഷേ സെന്ററിൽ നിന്ന് അകലെയുള്ള സ്റ്റാർസും സെന്ററിനോട് അടുത്തുള്ളവയും ഒരേ വേഗതയിൽ കറങ്ങുന്നു. ഈ അനോമലി ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. ഡാർക്ക് മാറ്റർ പ്രകാശം ഉത്സർജിക്കുന്നില്ല, അതുകൊണ്ട് ടെലിസ്കോപ്സിന് കാണാൻ കഴിയില്ല. എന്നാൽ അത് വിസിബിൾ മാറ്ററുമായി ഗ്രാവിറ്റി വഴി ഇന്ററാക്ട് ചെയ്യുന്നു. ഇത് ഗാലക്സീസിന്റെയും മറ്റ് സെലസ്റ്റിയൽ ബോഡീസിന്റെയും റൊട്ടേഷനെ സ്വാധീനിക്കുന്നു. ഒടുവിൽ മോഷൻ യൂണിവേഴ്സിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. ഗോമസ് പറയുന്നത് പോലെ മോഷൻ കാണിക്കുന്നത് യൂണിവേഴ്സ് ഡൈനാമിക് ആണെന്നാണ്. ഇത് തുടർച്ചയായ കെമിക്കൽ, ഫിസിക്കൽ പ്രോസസ്സസിനെ പ്രതിഫലിപ്പിക്കുന്നു. ഇവയെല്ലാം എനർജി ആവശ്യപ്പെടുന്നു. മോഷനാണ് ആ എനർജിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ രൂപം.